അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BSc സെക്കൻഡ് സെമസ്റ്റർ അൽ വാഹ എന്ന് പറയുന്ന അറബി പുസ്തകത്തിലെ ഏഴാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പറയുന്നത്. അസ്സദാഖത്തു വത്തസാമുഹ്. സ്വദാഖത്ത് എന്ന് പറഞ്ഞാൽ സൗഹൃദം എന്നാണ് അർത്ഥം. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയും. അല്ലേ? ഫ്രണ്ട്ഷിപ്പിനാണ് സ്വദാഖത്ത് എന്ന് പറയും. വത്തസാമുഹ് എന്ന് പറഞ്ഞാൽ ടോളറൻസ് ആണ്. പരസ്പരമുള്ള വിട്ടുവീഴ്ച മനോഭാവവും സഹകരണത്തിനെയാണ് തസാമുഹ എന്ന് പറയാം. ഓക്കെ, അതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. എന്താണ് സ്വദാഖത്ത്, എന്താണ് തസാമുഹ? ഇതൊരു കോൺവെർസേഷനാണ്. അതിനെക്കുറിച്ച് ഉള്ള ഒരു അധ്യാപകനും അലി എന്ന് പറയുന്ന വിദ്യാർത്ഥിയും തമ്മിൽ നടക്കുന്ന ഒരു കോൺവെർസേഷനാണ് ഇവിടെ ഇതിൽ നടക്കുന്നത്. അസ്വദാഖത്ത്. അൽ മുഅല്ലിം, അധ്യാപകൻ ചോദിക്കുകയാണ്, മസ്വദാഖത്തു യാ അലി. അലി, എന്താണ് ഈ സൗഹൃദം എന്ന് പറഞ്ഞാൽ, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഒരു ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഒരു ചോദ്യത്തിൻ്റെ ഒരു ഇതാണ്, എന്താണ് സ്വദാഖത്ത്? അപ്പോൾ സ്വദാഖത്ത് എന്നുള്ളതിനെ ഡിഫൈൻ ചെയ്യണം അലി. الصديق هو الشخص الذي يعرف جميع أسرارك. സ്വദീഖ് എന്ന് പറഞ്ഞാൽ ഹുവ ഷഖ്സുല്ലദി, അദ്ദേഹം ഒരു വ്യക്തിയാണ്. അല്ലദി ഇംഗ്ലീഷിൽ ഹു എന്നുള്ള സ്ഥാനത്ത് അല്ലദി എങ്ങനത്തെ ആളാണ്? യഅരിഫു ജമീ അസ്റാറിക്, നിന്റെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന വ്യക്തിക്കാണ് കൂട്ടുകാരൻ എന്ന് പറയുന്നത്, ഫ്രണ്ട് എന്ന് പറയുന്നത്. വയതമന്നാലക്കി കുല്ലൽ ഖൈർ, നിനക്ക് എല്ലാ നന്മകളും ആഗ്രഹിക്കുന്നവൻ. തമന്ന എന്ന് ആഗ്രഹിക്കും, ലക്ക നിനക്ക് കുല്ലൽ ഖൈർ, എല്ലാ നന്മകളും. വയുഖ്ബിറുക ബികുല്ലി മാ യുശ്ഇറു ബിഹി, വയുഖ്ബിറുക നിന്നോട് പറയും, ബികുല്ലി മാ യുശ്ഇറു ബിഹി, അവൻ ചിന്തിക്കുന്നതെല്ലാം. അവന് അനുഭവിക്കുന്നതല്ല. ഷുഊർ എന്ന് പറഞ്ഞാൽ അനുഭവിക്കുക, ഫീൽ ചെയ്യുക എന്നാണ്. വൽ അലാഖത്തു ബൈനക വബൈനഹു തകൂനു ഖായിമതൻ അലൽ വുദ്ദി വൽ ഉൽഫത്തി. വൽ അലാഖത്തു, ബന്ധം, ബൈനക വബൈനഹു, നിന്റെയും അവൻ്റെയും ഇടയിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്, തക്കൂനു അതാകും, ഖായിമതൻ അലൽ വുദ്ദി, സ്നേഹത്തിൻ്റെ ബേസിലായിരിക്കും. വൽ ഉൽഫത്തി, അതുപോലെ തന്നെ ഉൻസ്, എന്നാൽ ഒരു ടൈം പാസ് ഉണ്ടാവില്ല. അവൻ എൻ്റെ ഒരു ഫ്രണ്ട് ആകുമ്പോൾ ഉൽഫത്ത് ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു ഫ്രണ്ട് ആണെങ്കിൽ അവൻ നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും, നമുക്ക് ടൈം പാസ് ഉണ്ടായിരിക്കും, അല്ലേ? നമുക്ക് ചടക്കൂല. എന്നാണ് ഉൽഫത്ത് എന്ന് പറയുന്നത്. അപ്പം സ്നേഹവും പിന്നെ അതുപോലെ തന്നെ ഉൽഫത്തും ഉണ്ടായിരിക്കും ആരാകുമ്പോൾ, ഫ്രണ്ട് ആയിരിക്കും. അപ്പോൾ ഒരു ഫ്രണ്ട്, ആരാണ് ഫ്രണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായൊരു ഒരു വിശദീകരണമാണ്. സദീഖു ഹുവ ശഖ്സുല്ലദി യഅരിഫു നട്ട യഅരിഫു ജമീഅ അസ്റാറിക് വയതമന്നാ ലകി കുല്ലൽ ഖൈർ വയുഖ്ബിറുക ബികുല്ലി മാ യശ്ഉറു ബിഹി വൽ അലാഖത്തു ബൈനക വബൈനഹു തകൂനു ഖായിമതൻ അലൽ വുദ്ദി വൽ ഉൽഫ. അൽ മുഅല്ലിം, അധ്യാപകൻ, മൻ ഹുവ സ്വദീഖു സ്വാലിഹ് യാ അലി. അലി, ആരാണ് യഥാർത്ഥ കൂട്ടുകാരൻ, ആരാണ്? അലി, അപ്പോൾ അലി പറയാണ്, അസ്വദീഖു സ്വാലിഹ് ഹുവ മൻ യദ്ഫഉക ലിഅമലിൽ ഖൈർ, നിന്നെ നന്മകളിലേക്ക് പ്രേരിപ്പിക്കുന്നതിനാണ് നല്ല കൂട്ടുകാരൻ. സ്വദീഖു സ്വാലിഹ് മൻ ഹുവ, അവൻ, മൻ ഒരാളാണ്, യദ്ഫഉക നിന്നെ പ്രേരിപ്പിക്കും, നിന്നെ കൊണ്ടെത്തിക്കും, ലിഅമലിൽ ഖൈർ നന്മകളിലേക്ക്, വത്തഖറുബി മിനല്ലാഹ് അല്ലാഹുവോട് അടുപ്പിക്കും, വയഖാഫു അലൈക നിന്നെക്കുറിച്ച് ഭയപ്പെടും, നിനക്കെന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിക്കും, വയഹ്സുദുക വലാ യഹ്സുദുക നിന്നെ അസൂയ വെക്കുകയില്ല, നിനക്കെന്തെങ്കിലും കിട്ടുകയൊക്കെ ചെയ്യാൻ അസൂയ ഉണ്ടാവില്ല, വലാ യഹ്സുദുക നിന്നോട് അസൂയ ഉണ്ടാവില്ല. അൽ മുഅല്ലിം, അധ്യാപകൻ, വമാദാ ഖാല നബിയുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഇഖ്തിയാരി സ്വദീഖ്, കൂട്ടുകാരെ സെലക്ട് ചെയ്യുന്നതിനെ കുറിച്ച് നബി എന്താണ് പറയുന്നത്? അലി പറയാണ്, ഖാലൻ നബിയു അലൈഹി സ്വലാത്തു വസ്സലാം അൽ മർഉ അലാ ദീനി ഖലീലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അൽ മർഉ, ഒരു വ്യക്തി, അലാ ദീനി ഖലീലി, തൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലാണവൻ. അതായത് തൻ്റെ കൂട്ടുകാരൻ എന്ത് ഫോളോ ചെയ്യുന്നുവോ അതിലായിരിക്കും അവനുണ്ടായിരിക്കുക. ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലിൽ, അതുകൊണ്ട്
കൂട്ടുകാരെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഫല്യൻദുർ അഹദുക്കും, അതുകൊണ്ട് ഫല്യൻദുർ നിങ്ങൾ നോക്കുക, അഹദുക്കും നിങ്ങളിൽ ഒരാൾ, മൻ യുഖാലിൽ ആരോടാണ് കൂട്ടുകൂടുന്നതെന്ന് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ആരോട് കൂട്ടുകൂടുന്നുവോ അവൻ്റെ ചര്യയിലായിരിക്കും നമ്മൾ ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മളൊരു കൂട്ടുകാരനെ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ശീലങ്ങളുള്ള ആളായിരിക്കണം സെലക്ട് ചെയ്യേണ്ടതെന്നുള്ള. അൽ മുഅല്ലിം അധ്യാപകൻ. ബാറക്കല്ലാഹു ഫീക യാ ബുനൈ, അള്ളാഹു നിനക്ക് അനുഗ്രഹങ്ങൾ ചെയ്യട്ടെ. അടുത്ത തസാമുഹാണ്. എന്താണ് തസാമുഹ്? ടോളറൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള, വിട്ടുവീഴ്ച എന്നൊക്കെ പറയും. തസാമുഹ്, മുന എന്ന് പറയുന്ന പെൺകുട്ടിയും ഉമ്മയും തമ്മിലുള്ള കോൺവെർസേഷനാണ്. ഉമ്മി, മൈ മദർ, ഹൽ യുംകിനുന അൽ ഹദീഥു മഅനാ അനി തസാമുഹ്? തസാമുഹിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിച്ചുകൂടെ? ലെറ്റ് us സ്പീക്ക് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ സാധിക്കുമോ? കാൻ ഐ സ്പീക്ക്? എനിക്ക് സംസാരിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ കഴിയുമോ? ബിത്തഅ്കീദ് യാ ഇബ്നതി, ഓഫ് കോഴ്സ് മൈ ഡോട്ടർ. ഫത്തസാമുഹ്, തസാമുഹ് എന്ന് പറഞ്ഞാൽ ഹുവൽ അഫ്വു ഇൻദൽ മഖ്ദുറ, സാധ്യമാകും വിധമുള്ള വിട്ടുവീഴ്ചയാണ് എന്ത് പറയും? തസാമുഹ്. അപ്പോൾ തസാമുഹ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷനാണിത്. ഹുവൽ അഫ്വു ഇൻദൽ മഖ്ദുറ, ആവശ്യമായ ഘട്ടങ്ങളിൽ, ഓക്കെ, ആവശ്യമായ ഘട്ടങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളതാണ്. വഅദമു റദ്ദിൽ ലിസാഅത്തി ബിൽ ലിസാഅ, തിന്മയെ തിന്മ കൊണ്ട് പ്രതികരിക്കാതിരിക്കുക. അദമു റദ്ദ് ചെയ്യാതിരിക്കുക. അൽ ഇസാഅത്ത്, തിന്മയെ ബിൽ ലിസാഅത്തി, തിന്മ കൊണ്ട്. ഒരാൾ നമുക്കെതിരെ തിന്മ ചെയ്താൽ തിന്മ കൊണ്ട് പ്രതികരിക്കുക. അവനെയും തിന്മ ചെയ്ത് അവനക്കും എന്തെങ്കിലുമൊക്കെ വ്യക്തി വെച്ചുകൊണ്ട് ഉണ്ടാക്കുക. ഇതിനെ തസാമുഹിൻ്റെ നേരെ എതിരാണ്. വഹുവൽ മഫ്ഹൂമുൽ അഖ്ലാഖി ദഅ ഇലൈഹി കാഫത്തുർ റുസുലി വൽ അംബിയാ. വഹുവ മഫ്ഹൂമുൽ അഖ്ലാഖി, വഹുവ മഫ്ഹൂമുൻ അഖ്ലാഖിയുൻ, അത് സ്വഭാവപരമായിട്ടുള്ള ഒരു ആശയമാണ് തസാമുഹ് എന്ന് പറഞ്ഞാൽ. ദഅ ഇലൈഹി, അതിലേക്കാണ് ക്ഷണിച്ചിട്ടുള്ളത്. കാഫത്തുർ റുസുലി വൽ അംബിയാ, എല്ലാ പ്രവാചകന്മാരും എല്ലാ മുർസലുകളും. റുസുൽ എന്ന് പറഞ്ഞാൽ പിന്നെ പ്രവാചകൻ, അള്ളാഹു സന്ദേശങ്ങളുമായിട്ട് അയച്ചിട്ടുള്ള ആളുകളാണ് പ്രവാചകർ എന്ന് പറയുന്നത്. റുസുൽ എന്ന അർത്ഥത്തിൽ മുർസൽ എന്ന് പറയുന്നത്. എന്നാൽ അംബിയ എന്ന് പറഞ്ഞാൽ നബി എന്നാണ്. നബിയുടെ ജംആണ് അംബിയ. അംബിയ എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രബോധനം കൊണ്ട് അല്ലെങ്കിൽ സന്ദേശങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഓക്കെ, അപ്പം അങ്ങനത്തെവരാണ് അംബിയ. അപ്പം അംബിയാക്കന്മാരെയും മുർസലുകളെയും അദ്ദേഹം നിയോഗിച്ചിട്ടുള്ളത് ഈ ഒരു സ്വഭാവത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ്. മുന പറയാണ്, മമാ ഫായിദത്തു തസാമുഹി യാ ഉമ്മി, ഉമ്മ ഈ തസാമുഹി എന്നുള്ളത് കൊണ്ടുള്ള പിന്നെ നേട്ടം എന്താണ്, അതുകൊണ്ട് കിട്ടുന്ന കാര്യം എന്താണ്? ഉമ്മ പറഞ്ഞു, തസാമുഹ യാ ഇബ്നതി, ഓ മകളെ, തസാമുഹ് എന്ന് പറഞ്ഞാൽ യുസാഇദുക അലാ തഹ്ഖീഖിൽ വഹ്ദ, യൂണിറ്റിയെ ഉണ്ടാക്കി തീർക്കും. വത്തമാസുഖി ബൈനൽ മുജ്തമആത്ത്, സൊസൈറ്റികൾ തമ്മിലുള്ള പരസ്പരം ഭദ്രതയുണ്ടാക്കി തീർക്കും. തമസ്സക്ക എന്ന് പറഞ്ഞാൽ മുറുക്കി പിടിക്കുക എന്നാണ്. അപ്പം മുജ്തമഅത്ത് എന്ന് പറഞ്ഞാൽ സൊസൈറ്റികളാണ്. സൊസൈറ്റികൾ ഒന്നിക്കാൻ കാരണമാവും. വൽ ഖലാഉ അലൽ ഖിലാഫാത്ത്, അഭിപ്രായ വ്യത്യാസങ്ങളെ ഒഴിവാക്കാൻ സാധിക്കും. അല്ലേ, അഭിപ്രായ വ്യത്യാസങ്ങളെ തസാമുഹ ഉണ്ടെങ്കിൽ നമ്മൾ തർക്കിക്കാൻ പോകില്ല, അത് ഒഴിവാക്കി വിടും. കമാ യഅനി ഇഹ്തിറാമു സഖാഫത്തിൻ വ അഖീദത്തിൻ വ ഖിയമിൻ വ ആറാഇൽ ആഖരീൻ, മറ്റുള്ളവരുടെ നിലപാടുകളെ, മൂല്യങ്ങളെ അവർ മൂല്യങ്ങളായി കണക്കാക്കുന്നവരെ, അഖീദത്തിന് അവരുടെ വിശ്വാസങ്ങളെ, സഖാഫത്തിന് അവരുടെ സംസ്കാരങ്ങളെ ബഹുമാനിക്കാൻ എന്ത് ചെയ്യും? ശീലിക്കും. ഓക്കെ, അതാണ് കമായ അനി. അതുപോലെ കമായ അനി ഉദ്ദേശിക്കും പോലെ തന്നെ ഇഹ്തിറാമു സഖാഫത്തിൻ വ അഖീദത്തിൻ വ ഖിയമിൻ വ ആറാഇൻ ആഖരീൻ. റഈ എന്നുള്ളതിൻ്റെ ജംആണ് ആറാ. ഖീമത്ത് എന്നുള്ളതിൻ്റെ ജംആണ് ഖിയം. ഖീമത്ത് എന്ന് പറഞ്ഞാൽ മൂല്യം എന്നാണ്. ഓക്കെ, വത്തഖല്ലി അൻ റഗ്ബതിനാ ഫി ഈഖാഇൽ അദാ ബിഹിം, വത്തഖല്ലി ഒഴിഞ്ഞു നിൽക്കുക, അൻ റഗ്ബത്തിന നമ്മുടെ താല്പര്യങ്ങളെ തൊട്ട്, ഫി ഈഖാഇൽ അദാ ബിഹിം മറ്റുള്ളവരിൽ
പ്രയാസങ്ങൾ ഉണ്ടാക്കി തീർക്കാനുള്ള താല്പര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. അതായത് മറ്റുള്ളവരിലേക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. ഇതാണ് തസാമുഹ് എന്ന് പറഞ്ഞാൽ. ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഉമ്മ വിശദീകരിച്ചു കൊടുത്തു. മുന മാ സബബു അദമിൽ വുജൂദി ഹാദിഹി സിഫ അൽ ജമീല ഫിൽ വഖ്തിൽ ഹാലി. മാ സബബു എന്താണ് കാരണം, അദം വുജൂദി ഹാദിഹി സിഫ ഈ ഒരു വിശേഷണം ഇല്ലാത്തതിൻ്റെ കാരണം എന്താണ്, അൽ ഹമീദ ഈ ഒരു നല്ല സ്തുത്യർഹമായിട്ടുള്ള ഈ ഒരു വിശേഷണം ഇവിടെ ഇല്ലാതെയാകുന്നതിൻ്റെ കാരണം എന്താണ്, ഫിൽ വഖ്തിൽ ഹാലി ഈ സമകാലിക സാഹചര്യത്തിൽ. ഉമ്മ പറയാണ്, അതൊന്നു ഞാൻ ചിന്തിക്കുന്നത്, യാ ഇബ്നത്തി മൈ ഡോട്ടർ, അന്ന സബബ റഈസി അതിന് അടിസ്ഥാനപരമായിട്ടുള്ള ബേസിക് റീസൺ എന്ന് പറയുന്നത് ഹുവ അദമുൽ ഇൽത്തിസാമി ബിൽ അഖ്ലാഖിൽ ഹമീദ നല്ല ശീലങ്ങളെ സ്വഭാവങ്ങളെ അവലംബിക്കാത്തതാണ്. ഇൽത്തിസാം എന്ന് പറഞ്ഞാൽ അവലംബിക്കുക, സ്വീകരിക്കുക. വന്നഹ്ജിൻ നബവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ ഫോളോ ചെയ്യാത്തതുമാണ്. അല്ലദീ യഹ്സുന അല തസാമുഹ് ആ നബിയുടെ ചര്യ എന്ന് പറയുന്നത് നമ്മളെ തസാമുഹിലേക്ക് ക്ഷണിക്കുന്നതാണ്. യഹ്സു എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കുന്നതാണ് തസാമുഹ്. വൽ ഇഹ്തിറാമിൽ മുതബാദൽ മഅൽ അശ്ഖാസി വ്യക്തികളുമായിട്ടുള്ള കൈമാറ്റങ്ങൾക്ക് ബഹുമാനം കൊടുക്കുക, അല്ലെങ്കിൽ പരസ്പരമുള്ള കൈമാറ്റങ്ങൾക്ക് മുത്തബാദല എന്ന് പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൈമാറ്റങ്ങൾ, അതിനെ ബഹുമാനിക്കുക. മഹ്മാ ഹുനാക ഇഖ്തിലാഫ് എന്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും. ലിഅന്ന തസാമുഹ് കാരണം തസാമുഹ് എന്നുള്ളത് ഹുവ മാ യജ്അലു മിന്ന ബശറൻ ഫി നിഹായ ആത്യന്തികമായി നമ്മളെ മനുഷ്യനാക്കി തീർക്കുന്നത് വിട്ടുവീഴ്ചയാണ്. ലിഅന്ന തസാമുഹ് കാരണം തസാമുഹ് എന്നുള്ളത് ഹുവ അത് മാ യജ്അലു മിന്ന ബശറൻ ഫി നിഹായ ഒരു മനുഷ്യനാക്കി തീർക്കുന്നു ഒടുവിൽ. മുന നേരത്തെ മുന പറയാണ്, ശുക്രല്ലേ ഉമ്മ, താങ്ക് യു. യാ ഉമ്മി ഫഖദ് ഇസ്തഫദ്തു മിനൽ ഹദീസ് മഅകി കസീറൻ അങ്ങയുമായുള്ള സംസാരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നേടിയെടുത്തു, എനിക്ക് ഉപകാരമായിട്ടുണ്ട് എന്ന് ഉമ്മയോട് പറയണം. ഓക്കെ, അൽ വഹദ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഈ ചാപ്റ്ററിൽ ഒരു കോൺവെർസേഷൻ ആണ്, പക്ഷേ അവിടെ എന്താണ് തസാമുഹ്, എന്താണ് പിന്നെ സ്വദാഖത്ത്, ഈ ഒരു രണ്ട് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ആ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അതിനുശേഷമുള്ള ഇവിടെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, ഇതിൽ PDF ഇല്ല. മാ സിഫാത്തു സ്വദീഖ് കമാ യുബയ്യിനുൽ ഖാത്തിബ് എന്താണ് സ്വദീഖ്, മാ സിഫാത്ത് എന്താണ് വിശേഷണങ്ങൾ, സ്വദീഖ് കൂട്ടുകാരൻ്റെ, കമാ യുബയ്യിനുൽ ഖാത്തിബ് ഖാത്തിബ് വിശദീകരിക്കും പോലെ എന്താണ് ഒരു സ്വദീഖിൻ്റെ വിശേഷണങ്ങൾ എന്ന് അവിടെ പുസ്തകത്തിൽ ആൻസർ ഉണ്ട്. സ്വദീഖു സ്വാലിഹ് ആരാണ് സ്വാലിഹായ നല്ല കൂട്ടുകാരൻ സ്വദീഖ്. മാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനി സ്വദീഖ് കൂട്ടുകാരനെ കുറിച്ച് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ ഹദീത്ത് കാണാതെ പഠിക്കാം. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അൽ മർഉ അലാ ദീനി ഖലീലി ഒരു വ്യക്തി തൻ്റെ കൂട്ടുകാരൻ്റെ ചര്യയിലായിരിക്കും. ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ അതുകൊണ്ട് ആരെയാണോ കൂട്ടുപാടുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. മൽ മുറാദ് ബി തസാമുഹ് തസാമുഹ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം എന്താണ്, അതിൻ്റെ ഡെഫിനിഷനാണ് ഫസ്റ്റിൽ ഉള്ളതാണ്. മൽ ഫായിദത്തു തസാമുഹ് തസാമുഹിൻ്റെ ഫായിദ എന്താണ്, നേട്ടം എന്താണ്, അതുകൊണ്ട് കിട്ടുന്ന ഗുണം എന്താണ്. ആറാമത്തത് മാ സബബു അദമുൽ വുജൂദി തസാമുഹ് ഫിൽ മുജ്തമഅ സൊസൈറ്റിയിൽ തസാമുഹ് ഇല്ലാത്തതിൻ്റെ കാരണം എന്താണ്. ഇതൊക്കെ വളരെ കൃത്യമായ ആൻസറുകൾ ഇതിലുണ്ട്, അത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.